വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് ഇതൊരു ചർമ്മാവസ്ഥ മാത്രമാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ട്രിവാൻഡ്രത്തെ ഡെർമറ്റോളജിസ്റ്റ് കൺസൾട്ടൻറ്റ് ഡോക്ടർ കൃഷ്ണപ്രിയയാണ്. വെൽക്കം മാം. താങ്ക് യു സര. ഇന്ന് ജൂൺ 25 വേൾഡ് വിറ്റിലിഗോ ഡേ. ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് തന്നെ വിറ്റിലിഗോയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫൈൻ. അപ്പം സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളൊരു സംശയമായിരിക്കും, എന്താണ് ഈ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ വിറ്റിലിഗോ എന്നതൊരു കുറിച്ചൊരു ചുരുക്കി പറയണേ മാമിന് എന്തായിരിക്കും പറയാനുള്ളത്? വിറ്റിലിഗോ ഒരു ക്രോണിക് ആയിട്ട് വരുന്നൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന മെലനോസൈറ്റ്സിനെ ഇല്ലാതാക്കുന്നു. അതായത് നമ്മുടെ ചർമ്മത്തിൽ നിറം നൽകുന്ന സെൽസ് ഇല്ലാതാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയോ ചെയ്യുന്നൊരു അവസ്ഥയാണ്. ഇപ്പം പനി, ഫീവർ ആണെങ്കിൽ ചിലർക്ക് സംശയം കാണും, ഇത് പകരുന്നൊരു രോഗമാണോ, അല്ലെങ്കിൽ ഇപ്പം ജലദോഷം, ഇങ്ങനെയുള്ള രോഗങ്ങൾ പകരുന്നതാണ്. അപ്പം ചിലർക്ക് സംശയം കാണും, ഈ വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പകരുന്ന ഒരു രോഗമാണോ എന്നുള്ളൊരു സംശയം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? അല്ല, വിറ്റിലിഗോ ഒരു പകരുന്ന രോഗമേ അല്ല. വിറ്റിലിഗോ ഉള്ള ഒരു പേഷ്യൻ്റ് അടുത്ത് പോയി ഇരിക്കുകയോ അവരുമായിട്ട് റൂം ഷെയർ ചെയ്യുകയോ വസ്ത്രങ്ങൾ ഷെയർ ചെയ്യുകയോ അങ്ങനെ ഒന്നും പകരുന്നൊരു രോഗമേ അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ വിറ്റിലിഗോ ആയ പേഷ്യൻസിനെ മാറ്റി നിർത്തേണ്ട കാര്യമേ ഇല്ല. ഈ പറഞ്ഞല്ലോ ഡോക്ടർ, ഇപ്പം പകരുന്നൊരു രോഗമല്ല വെള്ളപ്പാണ്ടെന്നുള്ളത്. ഇതിപ്പം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ആക്ച്വലി സാറ, എക്സാക്ട് കോസ് കുറച്ച് അൺനോൺ ആണ്. എന്നാൽ പോലും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഇതിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ കോസായിട്ട് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂണിറ്റി മീൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി നമ്മുടെ സെൽസിനെതിരെ തന്നെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇമ്മ്യൂൺ സിസ്റ്റം മെലനോസൈറ്റ്സ് അല്ലെങ്കിൽ സ്കിന്നിൽ കളർ തരുന്ന സെൽസിനെ പോയി അറ്റാക്ക് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കുന്നു. അതേപോലെ തന്നെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ട്രെസ്സ്, അതേപോലെ ഫാമിലി ഹിസ്റ്ററി, പിന്നെ ജെനറ്റിക്സ്, പിന്നെ നമ്മൾ കൂടുതൽ കാണുന്നത് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയ തൈറോയ്ഡ്, വേറെ പല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതുമായിട്ടും ഇത് അസോസിയേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. നമ്മളിപ്പം സൊസൈറ്റി നോക്കുകയാണെങ്കിൽ കൂടുതലും പ്രായമായവരല്ലെങ്കിൽ ഒരു അഡൽട്ടിന് ശേഷം ഈ ഒരു രോഗാവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പലർക്കും ഒരു സംശയമാണ്, കുട്ടികൾക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ടോ? കുട്ടികൾക്കും ഇത് വരാം. അങ്ങനെ ഇതൊരു പ്രായമായിട്ടൊരു ഏജ് ലിമിറ്റ് ഇല്ല. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻഫൻസിൽ കാണാറുണ്ട്, ചിലപ്പോൾ നമ്മൾ അഡോളസൻസിൽ കാണാറുണ്ട്, യങ് ഏജിൽ കാണാറുണ്ട്, ഈവൻ എൽഡർലി പേഷ്യൻസിലും കാണാറുണ്ട്. അങ്ങനെ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ ബാധിക്കൂ, അല്ല ഇന്നൊരു ജെൻഡറിനെ മാത്രമേ ബാധിക്കൂ, അങ്ങനെ നമുക്ക് വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് രോഗത്തിന് പറയാൻ സാധിക്കുകയല്ല. ഇപ്പോൾ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് ശരീരത്തിൽ ആ ഒരു കളർ ചേഞ്ച് മനസ്സിലാകുമ്പോഴാണ് അറിയുന്നത് ഇതൊരു വെള്ളപ്പാണ്ടാണ്. ശരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ രോഗം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴുള്ളത്? വെള്ള നിറമുള്ള വെള്ള സ്പോട്ട്സ് അഥവാ പാച്ചസ്, അങ്ങനെയാണ് നമ്മളിതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്രം എ ക്ലിനിഷ്യൻസ് പോയിന്റ് ഓഫ് വ്യൂ, ഡീപ് പിഗ്മെൻറ്റഡ് പാച്ചസ് ഡിസ്ക്രൈബ്ഡ് ഓൾ ഓവർ ദ ബോഡി. അതിപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ്. ചിലവർക്ക് ചുണ്ടിൽ മാത്രം വരാം, ചിലവർക്ക് ചുണ്ടിലും വിരലറ്റത്തും വരാം, ലിപ് ടിപ്പ് വിറ്റിലിഗോ എന്ന് നമ്മൾ പറയും. ചിലവർക്ക് പല ഏരിയാസ്, ഇറ്റ് ക്യാൻ ബി എനിവെയർ, കയ്യിലോ കാലിലോ മുഖത്തോ ശരീരഭാഗത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് വിറ്റിലിഗോ പാച്ചസ് വരാം. പക്ഷേ അതിൻ്റെ ലക്ഷണം, അതായത് അത് കാണുമ്പോൾ വളരെ വൈറ്റ് ആയിട്ടുള്ള പാച്ചസ്, അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും അല്ലെങ്കിൽ ഇത് ഡയഗ്നോസ് ചെയ്യാൻ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഡയഗ്നോസിസ് ആണ്. ബേസിക്കലി വിറ്റിലിഗോ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരഭാഗത്ത് കാണുമ്പോൾ നിങ്ങളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അവരതിനെ ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയും, സംടൈംസ് അവർ ബയോപ്സി യൂസ് ചെയ്യാം, ഡെർമോസ്കോപ്പി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വുഡ് ലാംപ്സ് യൂസ് ചെയ്യാം. അങ്ങനെ പല ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇതിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ ഒരു ഡയഗ്നോസിസിൽ എത്തിക്കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ രോഗത്തിന് നമ്മുടെ ലൈഫ് സ്റ്റൈലോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലൈക്ക് എക്സാമ്പിൾ, ഇപ്പം മെൻ്റൽ ഹെൽത്ത്, ഓവർ സ്ട്രെസ് ആയ പേഴ്സൺസ് ഇങ്ങനെ കാണാൻ ചാൻസസ് ഉണ്ടോ? വളരെ വളരെ ബന്ധമുണ്ട്. അതായത് മിക്ക രോഗങ്ങൾക്കും നമ്മുടെ സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട്. വിറ്റിലിഗോ എസ്പെഷ്യലി നമുക്ക് സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഇതെല്ലാം വിറ്റിലിഗോനെ ട്രിഗർ ചെയ്യാം. സ്ട്രെസ്സ് വിറ്റിലിഗോയുടെ ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ട്രിഗർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. പേഷ്യൻസിന് വിറ്റിലിഗോ ആദ്യം തന്നെ ചിലവർക്ക് കാണുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. അതേപോലെ തന്നെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ,
പക്ഷേ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഫുഡിൻ്റെ കാര്യം ഒന്ന് പറയട്ടെ. കുറേ ഒരു തെറ്റിദ്ധാരണയുണ്ടല്ലോ, പാലും മീനും ഒക്കെ കഴിക്കുമ്പോഴാണ് വിറ്റിലിഗോ Exactly. വരുന്നത്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്ട്രെസ്സും നമ്മുടെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിറ്റിലിഗോയുടെ കേസിൽ. അടുത്തത് പലർക്കുമുള്ളൊരു സംശയമാണ് ഈ ഒരു രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റുവാൻ കഴിയുമോ എന്നുള്ളത്. അപ്പം ഡോക്ടറിന് ഇത്രയും നാളത്തെ ഒരു കരിയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? വിറ്റിലിഗോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഡിപ്പെൻസ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ പ്രസൻറ്റേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം അതിപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും അല്ലേ. ഇപ്പോൾ വിറ്റിലിഗോ ഇപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് ദ ഡിസീസ്, അതിൻ്റെ ആക്ടിവിറ്റി, അത് വളരെ ആക്റ്റീവായിട്ടിരിക്കുകയാണോ അതൊരു ഫാക്ടറാണ്. അതിൻ്റെ ക്രോണിസിറ്റി, എത്ര നാളായിട്ട് അതുണ്ട്, അതിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ പുതിയ ലീഷൻസ് ഇപ്പം വന്നോ അല്ല ഒരു വർഷത്തിൽ കൂടുതലായോ, സെയിം അവസ്ഥയിലാണോ, ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ പാരാമീറ്റേഴ്സിനെ നിശ്ചയിക്കുന്നു. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്നൊരു ലീഷൻ അല്ലെങ്കിൽ ഒരു വിറ്റിലിഗോ, നമുക്ക് പേഷ്യൻറ്റ് വരുന്നു, ഡോക്ടറെ 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ കൂടി വരികയാണ്, ഞാൻ എന്താ ചെയ്യുക, അട്ടർലി പാനിക്ഡ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഉടനെ തന്നെ വി ഹാവ് ടു സ്റ്റാർട്ട് ഓൺ സംതിങ് വിച്ച് വിൽ സപ്രസ് ദാറ്റ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ ഇതിനെതിരെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ ഉടനെ തന്നെ നമുക്ക് ചിലപ്പോൾ ഓറലായിട്ടുള്ള സ്റ്റെറോയിഡ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വളരെ നൂതനമായിട്ട് ഇപ്പോൾ വരുന്ന ചികിത്സകളുണ്ട്, ജാക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയും, കുറച്ച് ഇമ്മ്യൂണോ തെറാപ്പീസ്, എല്ലാം കുറേ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്, കാൽസിന്യൂറിൻ ഇൻഹിബിറ്റേഴ്സ്. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നാൽ ചില പേഷ്യൻസ് വരുമ്പോൾ വർഷങ്ങളായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ, അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിന് നമുക്ക് ഫോട്ടോതെറാപ്പി സജസ്റ്റ് ചെയ്യാവുന്നതാണ്, എക്സൈമർ ലൈറ്റ് തെറാപ്പി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓരോ പേഷ്യൻസിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. എന്നാൽ കുറേ പേഷ്യൻസിന് വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ക്രോണിക് ആയിട്ടിരിക്കുന്ന വിറ്റിലിഗോയ്ക്ക് പോലും സർജിക്കൽ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പഞ്ച് ഗ്രാഫ്റ്റിംഗ്, ബ്ലിസ്റ്റർ റൂഫ് ഗ്രാഫ്റ്റിംഗ്, അങ്ങനെ നമുക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർജിക്കൽ ഓപ്ഷൻസ് കൂടി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, ആ പേഷ്യൻറ്റിന് വിറ്റിലിഗോ വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയ പാച്ചസേ ഉള്ളൂ. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അതൊന്നും മറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട ഡോക്ടറെ, പക്ഷേ എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും മറയ്ക്കാൻ എന്തെങ്കിലും ഒരു ടെമ്പററി മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമോഫ്ലാജ് വരെ അവൈലബിൾ ആണ്. അതൊരു ടെമ്പററി മേക്കപ്പ് പോലത്തെ ഒരു പ്രൊസീജിയറാണ്, ബട്ട് വിച്ച് വിൽ ലാസ്റ്റ് ആൻഡ് ഹെൽപ്പ് ദ പേഷ്യൻറ്റ് മാസ്ക് ദെയർ പാച്ചസ്. അതായത് പറഞ്ഞു വരുന്നത് നമുക്ക് സർജറി ആയാലും നോൺ സർജറിയും 2 ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണെന്നുള്ളതാണ് അല്ലേ? യെസ് കറക്റ്റ്. ചിലവർക്കുള്ള സംശയമാണ്, നമുക്ക് ഈ വൈറ്റമിൻ കുറയുമ്പം നമ്മുടെ ശരീരത്തിൽ അവിടെയും കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളപ്പാട് പോലെ കാണാറുണ്ട്. അപ്പം അതും ഈ വെള്ളപ്പാണ്ടിൻ്റെ ഒരു എന്തോ പറയുന്നത് സൂചനയാണോ? അല്ല, ഡെഫിഷ്യൻസീസ് കോസ് ചെയ്യുന്നത് ഹൈപ്പോ പിഗ്മെൻ്ററി പാച്ചസ് ആണ്. അതായത് ഒരു ഇളം ലൈറ്റ് കളർ, ഒരു നമ്മുടെ വെള്ളപ്പാണ്ടിൻ്റെ ഡീപിഗ്മെൻറ്റഡ് പാച്ചസ് അല്ല, നമുക്ക് സ്കിന്നിൽ ചെറിയൊരു വൈറ്റ് പാച്ചസ് പോലെ കാണുന്നതാണ്. പക്ഷെ അതും ഇതും വ്യത്യസ്തമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ്. മാം ഇപ്പം പറഞ്ഞു സർജറിയും നോൺ സർജറി 2 ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണെന്നുള്ളൊരു കാര്യം. അപ്പം ലേറ്റസ്റ്റ് നമുക്കിപ്പം പുതുതായിട്ട് വന്ന ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു ചികിത്സയായിട്ട്? യെസ്, നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മെലനോസൈറ്റ് സെൽ ട്രാൻസ്ഫർ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ജാക്ക് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മെഡിക്കേഷൻസ് ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞാൽ പോലും തന്നെ ഓരോ പേഷ്യൻറ്റും വ്യത്യസ്തമാണ്. സീസറ യു കനോട്ട് ടെൽ ലൈക്ക് ഇത്രയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, വെദർ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണോ അല്ല, പല ഘടകങ്ങളുണ്ടല്ലോ. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് കണ്ടീഷൻ. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ, രോഗാവസ്ഥ, പേഷ്യൻറ്റ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ നാട്ടിൽ പോയായിരുന്നു ഒരു ആവശ്യമായിട്ട്. അപ്പം ഇതുപോലെ വെള്ളപ്പാണ്ടുള്ളൊരു അമ്മച്ചി കൊട പിടിച്ചാൽ പോകുന്നത്. വെയിൽ കാണുമ്പം അമ്മച്ചി അങ്ങ് ഒതുങ്ങി മാറുക. അപ്പോൾ എനിക്കൊരു സംശയം, ഇങ്ങനെയുള്ളവർക്ക് വെയിൽ കൊള്ളാൻ പാടില്ലേ? കറക്റ്റാണ്. സാറയുടെ ഒബ്സർവേഷൻ സ്കിൽസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബേസിക്കലി മെലനോസൈറ്റ്സ് ഇല്ലാതാവുകയാണല്ലോ നമ്മുടെ വിറ്റിലിഗോ എന്ന രോഗത്തിൻ്റെ അവസ്ഥ. അപ്പം മെലനോസൈറ്റ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എപ്പോഴും പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യുന്നത്, നിങ്ങൾ ഫെയർ സ്കിന്നിൻ്റെ പുറകെ പോകരുത്, ബ്രൗൺ സ്കിന്നാണ് ഗോൾഡൻ സ്കിൻ. കാരണം ഒരിക്കലും നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് വളരെ കുറവും നമുക്ക് വെയിലിൽ നിന്ന് ഭയങ്കര പ്രൊട്ടക്ഷൻ തരുന്നൊരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് നമ്മുടേത്. അപ്പോൾ ഈ മെലനോസൈറ്റ്സ് ഇല്ലാതാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, സൂര്യരശ്മികൾ അത്രയും നമ്മുടെ ബോഡിയിൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വിറ്റിലിഗോ പേഷ്യൻസ് ഉള്ള പേഷ്യൻസ് എല്ലാവരും തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഫിസിക്കൽ സൺ പ്രൊട്ടക്ഷൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം.
ഈ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ കുഷ്ഠരോഗം ഇത് രണ്ടും ഒന്നാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം സിംറ്റംസ് ഒന്ന് തന്നെയാണെന്ന് ചിന്തിക്കുന്ന കുറച്ച് സമൂഹമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? രണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രോഗാവസ്ഥകളാണ്. വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടിൽ നമ്മുടെ സെൽസിനെ മാത്രമാണ് ഇത് ബാധിക്കുന്നത്. വേറെ ലെപ്രസിയിൽ നമുക്ക് ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അതായത് ബോർഡേഴ്സ് ഒന്നും അത്ര വെൽ മാർക്ക്ഡ് ഡിഫൈൻഡ് അല്ലാതെ, അതേപോലെ തന്നെ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ, അതായത് നിറം കുറവുള്ള പാച്ചസ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അവിടെ സ്പർശനവും ഇല്ലാതാകുന്നു, നമ്മളുടെ ടച്ച് സെൻസേഷൻ. അങ്ങനെയാണ് നമ്മൾ ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. സ്പർശനം കുറയുന്നു, കളർ അവിടെ മങ്ങുന്നു, അവിടെ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, മങ്ങുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നാഡികളെ അത് ബാധിക്കുന്നു, നെർവ്സിൻ്റെ എൻലാർജ്മെൻറ്റും അവിടെ ഉണ്ടാകുന്നു. പക്ഷേ ഈ വൺസ് നമ്മൾ കുഷ്ഠരോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് WHO പ്രകാരം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അത് നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിട്ടുള്ളൊരു അസുഖം തന്നെയാണ്. ഡോക്ടർ മുന്നേ പറഞ്ഞായിരുന്നു ഈ ഒരു രോഗം വരുമ്പം പ്രത്യേകിച്ച് മുതിർന്നവർ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെ ഒരു വ്യത്യാസമില്ല എന്ന്. അപ്പം കുട്ടികൾക്ക് ഈ ഒരു വെള്ളപ്പാണ്ട് വരികയാണെങ്കിൽ അവരുടെ പാരൻസിനോട് എന്തായിരിക്കും ഡോക്ടറിന് പറയാനുള്ളത്? ആദ്യമേ ഇതിന് പാനിക് ആവേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്നത് ചിലപ്പം കുറേ പേഷ്യൻസ് വരാറുണ്ട്. ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കാരണമോ അല്ലെങ്കിൽ നമുക്ക് ചില ഫംഗൽ ഇൻഫെക്ഷൻസിലും വെള്ളപ്പാടുകൾ കാണാറുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് ആദ്യം വന്ന് ഡോക്ടറെ വെള്ളപ്പാണ്ടാണോ, എൻ്റെ കൊച്ചിന് വെള്ളപ്പാണ്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. അതവരുടെ ഒരു കൺസേൺ. പക്ഷേ അതിൽ നമ്മൾ അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട് അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ചിലത് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഏർലി വിറ്റിലിഗോ ആണോ. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ പേരൻസിനെ കൗൺസിൽ ചെയ്യുകയും അവരോട് ഇത് മോണിറ്റർ ചെയ്യാൻ പറയുകയും അങ്ങനെ ചെയ്യും. പക്ഷേ എന്നാൽ പോലും എല്ലാ വെള്ള സ്പോട്ട്സും പേരൻസ് ആദ്യമേ വരുന്ന ഡയഗ്നോസിസ് വെള്ളപ്പാണ്ടാണെങ്കിൽ പോലും എല്ലാം വെള്ളപ്പാണ്ടാവണം എന്നില്ല. വളരെ റെയറായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് പ്രസൻറ്റേഷനായിട്ട് അത് കാണുന്നത്. ഓക്കെ, ഈ നമ്മൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു പാരമ്പര്യം ഈ ഒരു രോഗത്തിന് വില്ലനാണോ ശരിക്കും? ജെനറ്റിക്സ് നമ്മൾ കാണാറുണ്ട്. ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഓട്ടോഇമ്യൂൺ കണ്ടീഷനിലൊക്കെ എക്സാക്റ്റ് കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ജെനറ്റിക്കലി വി ഹാവ് സീൻ, പക്ഷേ പ്യോർലി ജെനറ്റിക്സ് കൊണ്ട് ഇത് വരാമെന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ വെള്ളപ്പാണ്ട് പല ടൈപ്സ് ആണുള്ളത്. അപ്പം മെയിൻലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ടൈപ്സ്? വിറ്റിലിഗോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സെഗ്മെൻറ്റൽ വിറ്റിലിഗോ ആസ് വെൽ ആസ് നോൺ സെഗ്മെൻറ്റൽ വിറ്റിലിഗോ. അപ്പോൾ നോൺ സെഗ്മെൻറ്റൽ വിറ്റിലിഗോ എഗെയിൻ ഒരു ബ്രോഡറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ജനറലൈസ്ഡ് ആവാം, പല ഭാഗത്തുള്ള ബോഡി ഇൻവോൾവ് ആയിട്ടുള്ള ജനറലൈസ്ഡ് വിറ്റിലിഗോ. അതല്ല വളരെ ഫോക്കലായിട്ടുള്ള ചില പാർട്ടിൽ മാത്രം കാണുന്ന ഫോക്കലായിട്ടുള്ള വിറ്റിലിഗോ. അതിൽ തന്നെ നമുക്ക് പല ടൈപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിപ് ടിപ്പ് വിറ്റിലിഗോ, അങ്ങനെ മ്യൂക്കോസൽ വിറ്റിലിഗോ, വായ് ഭാഗത്ത് അല്ലെങ്കിൽ മ്യൂക്കോസൽ ഏരിയയിൽ, പ്രൈവറ്റ് ഏരിയാസ്, അങ്ങനെ മ്യൂക്കോസൽ ഏരിയയിൽ കാണുന്ന ഒരു വിറ്റിലിഗോ. പിന്നെ മിക്സഡ് വിറ്റിലിഗോ, പല ഭാഗത്തിലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള വരുന്ന വിറ്റിലിഗോ. സെഗ്മെൻറ്റിനകത്ത് ഒരു പർട്ടിക്കുലർ ഡെർമറ്റോം, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം കവർ ചെയ്യുന്ന വിറ്റിലിഗോ പാച്ചസ്, അങ്ങനെ പല ടൈപ്പ് വിറ്റിലിഗോ. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റി ഓൾസോ. ഓക്കെ, അപ്പം അതിനും ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതെ, അത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റീനെ നമ്മൾ അനലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ വിറ്റിലിഗോ അവർ പറയും ഇപ്പം ഡോക്ടറെ 6 മാസമായിട്ട് കൂടി വരികയാണ്, അപ്പം നമ്മളതിനെ ആക്റ്റീവ് വിറ്റിലിഗോ എന്ന് പറയുന്നത്. പക്ഷേ ചില പേഷ്യൻസ് പ്രസൻറ്റേഷനിൽ വന്ന് പറയുമ്പോൾ ഡോക്ടറെ കുറേ വർഷമായിട്ടിരിക്കുകയാണ്, ഇതേപോലെ ഇരിക്കുകയാണ്, ഇതിലൊരു മാറ്റവും ഇല്ല, കൂടുകയുമില്ല കുറയുകയുമില്ല, അപ്പം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് സ്റ്റേബിൾ വിറ്റിലിഗോ ആയിട്ടാണ്. അപ്പോൾ ഡോക്ടറുടെ ഇതുവരെയുള്ള കോൺവെർസേഷനിൽ എനിക്ക് പേഴ്സണലി ഞാൻ ചോദിക്കുന്നതാണ്, എന്താണ് ഇപ്പം ഈ ഒരു സമൂഹത്തിനോട് ഡോക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ്? ബേസിക്കലി വിറ്റിലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടിൽ നിറം മാത്രമേ മങ്ങുന്നുള്ളൂ. ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ കഴിവുകളോ അല്ലെങ്കിൽ മൂല്യങ്ങളോ ഒന്നും അത് ഒരു നിർണ്ണയിക്കുന്നൊരു ഫാക്ടറേ അല്ല. ഫോർ എക്സാമ്പിൾ സാറൊക്കെ നമ്മൾ എന്തിനാണ് ഈ June 25 വേൾഡ് വിറ്റിലിഗോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേൾഡ് വിറ്റിലിഗോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ June 25 ആക്ച്വലി വളരെ ഫേമസ്, സക്സസ്ഫുൾ ആൻഡ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു പോപ്പ് സിംഗറിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്. മൈക്കിൾ ജാക്സൺ. എക്സാക്ട്ലി, മൈക്കിൾ ജാക്സൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ വേൾഡ് വിറ്റിലിഗോ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഹി വാസ് എ ബീക്കൺ ഓഫ് ഹോപ്പ് ഫോർ ഓൾ വിറ്റിലിഗോ പേഷ്യൻസ്. അദ്ദേഹത്തിന് വിറ്റിലിഗോ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് പ്രോഗ്രസ് ആയപ്പോൾ ഫുൾ ബോഡി ബ്ലീച്ചിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ പലതരം ട്രീറ്റ്മെൻറ്റ്
ഒക്കെ നേരിട്ടൊരു വളരെ സെലിബ്രേറ്റഡ് ആയിട്ടൊരു സിംഗറാണ്. അപ്പോൾ ഇഫ് മൈക്കിൾ ജാക്സൺ ക്യാൻ പ്രൂവ് ദറ്റ് ഹീ ക്യാൻ ലീഡ് എ സക്സസ്ഫുൾ ലൈഫ് എങ്കിൽ പിന്നെ വൈ നോട്ട് അതേഴ്സ്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് സെലിബ്രിറ്റീസ് ഉണ്ട്. വിന്നി ഹാർലോ, ഒരു ഇൻ്റർനാഷണൽ മോഡൽ ഹൂ സെലിബ്രേറ്റ്സ് ഹർ വിറ്റ്ലിഗോ. നമ്മുടെ ഇന്ത്യൻ ആക്ട്രസ്സായ മമത മോഹൻദാസ്. ഇവരെല്ലാം ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ ജീവിക്കുന്ന ബ്രേവ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾസ് ആണ്. സോ വിറ്റ്ലിഗോ ബേസിക്കലി അതിൻ്റെ അവയർനെസ്സും അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കത് നേരിടുന്ന പേഷ്യൻസിനെ വളരെ സപ്പോർട്ടീവായിട്ട് അവരെ കരുതാനും അതേപോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന സ്റ്റിഗ്മ കുറേയൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാൻ സഹായിക്കാവുന്നതാണ്.